children, welcome to my chemistry page. Plus 1 chemistry unit 1 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോക്കസ് ഏരിയയിലെ മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ് ഈ ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ന്യൂമറിക്കൽസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ന്യൂമറിക്കൽസ് നമ്മൾ ഇതിനോടനുബന്ധിച്ച് ചെയ്തിരുന്നു. അപ്പോൾ 2-3 ന്യൂമറിക്കൽസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിത് ചെയ്തു നോക്കാം. ഓക്കെ, സോ മോൾ കോൺസെപ്റ്റ് ആൻഡ് മോളാർ മാസ്. First problem, 1 gram atom of an element contains 6.022 into 10 raised to 23 atoms. Okay, then you need to find out the number of oxygen atoms in 4 gram of O2. 1 mark question ആണ് ഇത്. O2 എന്ന് വായിക്കണം കേട്ടോ, O2. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് number of oxygen atoms in 4 gram of O2. 4 gram O2 ലുള്ള number of oxygen atoms കണ്ടുപിടിക്കണം. Second question, which is heavier, 1 oxygen atom or 10 hydrogen atoms? Okay, let's we find out the first question. Number of oxygen atoms in 4 gram of oxygen. The number of oxygen atoms കണ്ടുപിടിക്കുന്നതിന് first of all we need to find out the number of moles in 4 gram oxygen. Then it will be easy for you to find out the number of oxygen atoms. Okay, so number of moles നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. Number of moles in 4 gram oxygen. It is molecule actually 4 gram O2. So എങ്ങനെ കണ്ടുപിടിക്കുക? Given mass divided by molar mass. ആ ഫോർമുല എപ്പോഴും ഓർത്ത് വയ്ക്കുക, given mass divided by molar mass. Okay, so this is the expression to find out the number of moles. Okay, so what is given mass? Given mass means it is given in the question 4 gram. Mass of O2 molecule divided by molar mass. Oxygen molar mass. Oxygen atom ആണെന്നുണ്ടെങ്കിൽ 16 ആണ്, but here it is O2, then it will be twice of 16, that is 32. So 4 divided by 32. When we solve this numerical, we will be getting the answer as 0.125 mole. Okay, so number of moles in 4 gram O2 we calculated. ഇനി നമുക്ക് സാധാരണ ഒരു 1 mole O2ൽ എത്ര ആറ്റംസ് കാണും? 1 mole ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 6.022. 1 mole O2 contains എത്ര ആറ്റംസ് ആയിരിക്കും? 1 mole O2ൽ 2 into 6.022 into 10 raised to 23. എന്തുകൊണ്ടാണ് ഞാൻ 2 ഇവിടെ ഇട്ടത്? Because this is O2. If it is oxygen atom alone, you need to write only 6.022 into 10 raised to 23. But here it is O2. That's why I wrote 2. 23 particles ഉണ്ട്. Okay, actually this is molecule, so it is molecule. 1 mole O2. ഇനി നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 4 ഗ്രാമിൽ 0.125 mole ആണ്. So therefore 0.125 mole O2 contains എത്ര ഓക്സിജൻ ആറ്റംസ് ആണ്? അപ്പോൾ ഈ നേരത്തെ തന്നിരിക്കുന്ന 1 മോളിനെ ഈ 0.125 മോളിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ 0.125 ഇൻറ്റു 2 ഇൻറ്റു 6.022 ഇൻറ്റു 10 raised to 23 ആറ്റംസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്? ആദ്യമേ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ള ഫോർമുല ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മോൾ O2ൽ എത്ര ആറ്റംസ് എന്ന് എഴുതുക. 1 മോൾ O2ൽ 2 ഇൻറ്റു 6.022. 2 ഇട്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, 2 ഓക്സിജൻ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 ഇട്ടത്. സിംഗിൾ ഓക്സിജൻ ആയിരുന്നെങ്കിൽ 6.022 മാത്രം മതിയായിരുന്നു. ദെൻ ഒരു മോളിൽ 2 ഇൻറ്റു 6.022 10 raised to 23 ആറ്റംസ് ഉണ്ടെങ്കിൽ 0.125 മോൾ കണ്ടുപിടിക്കാനായിട്ട് 2.6.022 into 10 raised to 23 into 0.125. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ വിച്ച് വൺ ഈസ് ഹെവിയർ, 1 ഓക്സിജൻ ആറ്റം ഓർ 10 ഹൈഡ്രജൻ ആറ്റംസ്? അതെങ്ങനെയാണ് സോൾവ് ചെയ്യാം? 1 ഓക്സിജൻ ആറ്റം, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. 1 ഓക്സിജൻ ആറ്റം, അതിന്റെ മാസ് എത്രയാണ്? മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം എത്രയാണ്? യൂണിഫൈഡ് മാസ് 16U. ഇനി ഇത് 1 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് ആണ്. രണ്ടാമത് 10 ഹൈഡ്രജൻ ആറ്റം ആണ് കൊടുത്തിരിക്കുന്നത്. സോ മാസ് ഓഫ് 10 ഹൈഡ്രജൻ ആറ്റം
10 hydrogen atom എത്ര വരും 10 u ഒന്നിൻ്റെത് ഒന്നാണ് അല്ലേ so 10 hydrogen വരുമ്പോൾ 10 so which one is more heavier 16 u ആണോ 10 u ആണോ കൂടുതൽ heavier 16 u so which atom is more heavier obviously it is one oxygen atom okay so one oxygen atom is heavier than 10 hydrogen atom okay നിങ്ങൾ മാസ് കണ്ടുപിടിച്ചാൽ മതി മാസ് കണ്ടുപിടിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്തു പോകാം നെക്സ്റ്റ് പ്രോബ്ലം The mole concept helps in handling large number of atoms and molecules in stoichiometric calculations. So define 1 mole. 1 mole define ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. Then what is the number of hydrogen atoms in 1 mole of methane? 1 mole methane എത്ര hydrogen atoms ഉണ്ടെന്ന്. Then third question, calculate the amount of carbon dioxide produced or formed by the complete combustion of 80 gram of methane as per the reaction CH4 plus 2O2 gives CO2 plus 2H2O. Okay. So ഈ question നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിഫൈൻ 1 mole എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ 1 mole? അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. 1 mole ഓൾറെഡി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയാം. 1 mole is the amount of substance that contains as many particles as 12 gram of carbon-12 isotope. Okay, നമ്മൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. That is the first question, 1 mole. What is the second question? What is the number of hydrogen atoms? What is the number of hydrogen atoms in 1 mole of methane? മീഥെയിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ മോൾ കണ്ടുപിടിക്കണം. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യാം. പാർട്ട് ബി. അതായത് 1 മോൾ മീഥെയിൻ ഉണ്ട്, 1 മോൾ CH4 അല്ലേ. 1 മോൾ CH4ലേക്ക് നോക്കിക്കേ. ഇതിൽ ഈ 1 മോൾ CH4ൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മളത് 4 മോളായിട്ട് കൺസിഡർ ചെയ്യണം. സോ 1 മോൾ ഹൈഡ്രജൻ മീൻസ് ഇറ്റ് കണ്ടെയ്ൻ 4 മോൾ ഹൈഡ്രജൻ. ഓക്കെ, ഇനി 1 മോൾ ഹൈഡ്രജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. 1 മോൾ സബ്സ്റ്റൻസ് എടുത്താലും. അപ്പോൾ 4 മോളിൽ എത്ര കണ്ടുപിടിക്കും? സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 4 മോൾ ഹൈഡ്രജൻ എത്രയായിരിക്കും? 4 into 6.022 into 10⁻23 ആറ്റംസ്. ഓക്കെ, ഇതാണ് 4 മോൾ ഹൈഡ്രജനിലുള്ള ആറ്റംസ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്? അപ്പം മീഥെയിൻ്റെ ഫോർമുല എഴുതി. ആ മീഥെയിൻ്റെ ഫോർമുല CH4. 1 മോൾ മീഥെയിനിൽ H4, അതായത് 4 മോൾ ഹൈഡ്രജൻ ഉണ്ട്. ഇനി 1 മോൾ ഹൈഡ്രജനിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. സോ 4 മോൾ എത്രയായിരിക്കും? 4 into അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, calculate the amount of carbon dioxide formed by the complete combustion of 80 gram of methane. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ CH4 ബേൺ ചെയ്യുന്നു. ഓക്കെ, സോ വി വിൽ ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് 80 ഗ്രാം മീഥെയിൻ ബേൺ ചെയ്താൽ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും, എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കണം. ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് 80 ഗ്രാം മീഥെയിൻ ബേൺ ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മീഥെയിൻ ആണല്ലോ നമ്മുടെ ഇവിടുത്തെ സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നത്. അപ്പം മീഥെയിൻ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ കിട്ടുന്നു. ഓക്കെ, നമുക്ക് മീഥെയിനിൽ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. മീഥെയിൻ CH4 അല്ലേ, ഇത് ബേൺ ചെയ്യുന്നു. ഈ മീഥെയിൻ്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എത്രയാണ്? കാർബൺ 12, ഹൈഡ്രജൻ 4. സോ 12 + 4 ചെയ്യുമ്പോൾ നമുക്ക് 16 ഗ്രാം കിട്ടും. 16 ഗ്രാം മീഥെയിൻ ബേൺ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുന്നു?
ഫോർമുല നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഞാനിവിടെ ഒന്നുകൂടി എഴുതാം. CH4 plus 2O2 gives CO2 plus 2H2O. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഇതില് ഈ 16 gram മീഥേൻ ബേൺ ചെയ്താൽ നമുക്ക് എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 44. ഓക്കെ, അത് നമ്മൾ കാർബണിന്റെ മാസും ഓക്സിജൻ 32 പ്ലസ് 12 ചെയ്തപ്പോഴാണ് 44 കിട്ടിയത് കേട്ടോ. അതായത് കാർബണിന്റെ ഇൻഡിവിജ്വൽ മാസ് എടുക്കുക 12, ഓക്സിജൻ 2, 16 × 2 ചെയ്യുമ്പോൾ 32 കിട്ടും. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 44 കിട്ടും. ഓക്കെ, സോ 44 gram, അതായത് 16 gram മീഥേൻ പ്രൊഡ്യൂസസ് എത്രയാ? 44 gram കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 80 gram കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഈസി ഒരു മെത്തേഡ് വെച്ചാൽ 1 gram മീഥേൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും? അതെങ്ങനെ കണ്ടുപിടിക്കുക? സോ 44 ഡിവൈഡഡ് ബൈ 16 gram CO2 കണ്ടുപിടിക്കും. ഞാൻ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 gram മീഥേൻ ബേൺ ചെയ്താൽ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 80 gram ബേൺ ചെയ്താൽ എത്രയാണെന്നാണ്. 80 gram. So therefore 80 gram CH4 produces, എങ്ങനെ കണ്ടുപിടിക്കും? ഈ നേരത്തെ നമ്മൾ ചെയ്തിട്ട 1 gram into 80 gram CO2. ഓക്കെ, എങ്ങനെ ചെയ്തു? 16 gram മീഥേൻ പ്രൊഡ്യൂസസ് 44 gram CO2. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് എഴുതുന്നതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മീഥേൻ്റെ മോളിക്കുലർ മാസ് എടുത്തു, മോളാർ മാസ് എടുത്തു. അത് 16 gram ആണ്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് നോക്കുക, അത് 44 gram ആണ് അല്ലേ? അപ്പോൾ 16 gram മീഥേൻ 44 gram കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1 gram മീഥേൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു? 44 ഡിവൈഡഡ് ബൈ 16. ഇനി therefore 80 gram ചെയ്യാനായിട്ട് 44 by 16 into 80. ഓക്കെ, ഇത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടും, ഇവിടെ 4 കിട്ടും. ഓക്കെ, 4 × 80 ചെയ്യുമ്പോൾ നമുക്ക് 20. സോ 11 × 2 എന്ന് പറഞ്ഞാൽ 222 അല്ലേ? 220 gram ഓഫ് CO2. 80 gram മീഥേൻ പ്രൊഡ്യൂസസ് 220 gram ഓഫ് CO2. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം 1-2 തവണ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിക്കോളും കേട്ടോ. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, പക്ഷേ അത് നമ്മൾ 2-3 പ്രാവശ്യം പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് വെരി ഈസിലി. ഓക്കെ, ന്യൂമറിക്കൽസ് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ സോൾവ് ചെയ്യുന്തോറും നമുക്കത് തറവായിട്ട് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് മോളിലെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 mole is the, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാണ് കേട്ടോ. 1 mole is the amount of substance that contains as many particles as 12 gram of carbon-12. അത് നമുക്കറിയാം, അത് ഡെഫിനിഷൻ ആണ്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ മോളാർ മാസ് ഓഫ് എ കോമ്പൗണ്ട്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 mark ആണ്. സോ അത് ഞാനിവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. മോളാർ മാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് 1 mole ഓഫ് എനി സബ്സ്റ്റൻസ് അല്ലേ? അതിന് പറയുന്ന പേരാണ് മോളാർ മാസ്. നമ്മൾ 1 mole സബ്സ്റ്റൻസിന്റെ മാസ് എടുക്കുന്നതാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. 1 liter വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര മോൾസ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് 1 liter വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ടറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1 gram per ml. ദെൻ ഓൾസോ കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ 1 liter ഓഫ് വാട്ടർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. എന്തില്? 1 liter വാട്ടറിൽ. ഓക്കെ, ഈ 1 liter വാട്ടർ ഉള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ടറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അവർ. ഡെൻസിറ്റി എത്ര തന്നിരിക്കുന്നത്? 1 gram per ml. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഓൾറെഡി, മാസ് ബൈ വോളിയം അല്ലേ? ഇപ്പോൾ നമ്മൾ 1 liter വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 liter വാട്ടർ നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇതിപ്പോൾ 1000, ഈ 1 gram ഡെൻസിറ്റി ഇപ്പോൾ മാസ് ബൈ വോളിയം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡെൻസിറ്റി ഇവിടെ തന്നിരിക്കുന്നത്, ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നിരിക്കുന്നത്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര തന്നിരിക്കുന്നത്? 1 gram പെർ മില്ലി ലിറ്റർ ആണ്. അതായത് 1 gram per milliliter ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഇപ്പോൾ നമ്മളിവിടെ ഈ 1 liter വാട്ടർ എടുക്കുമ്പോൾ ഈ വെയിറ്റ് എന്നുള്ളത് 1 gram എന്നുള്ളത് നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1 kilogram 1 liter വാട്ടർ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നത് 1 liter വാട്ടർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 kilogram വാട്ടർ എന്താ പറയുക.
ക്വസ്റ്റ്യനിൽ നമുക്ക് 1 ലിറ്റർ വാട്ടർ ആണല്ലോ തന്നിരിക്കുന്നത്. 1 ലിറ്റർ വാട്ടർ. ഈ 1 കിലോഗ്രാം വാട്ടർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഗ്രാമിൽ എത്ര വരും? 1000 ഗ്രാം വാട്ടർ വരും അല്ലേ? നമുക്ക് ഈ 1 ലിറ്റർ വാട്ടറിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മാസ് 1000 ഗ്രാം ആയിട്ട് എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അതൊന്നും തന്നിട്ടില്ല. അത് നമ്മൾ അപ്രോക്സിമേഷൻ ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ കുറെ മെന്റലി നമ്മൾ അസ്യൂം ചെയ്യണ കാര്യങ്ങൾ. ഓക്കെ, അസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കണക്ഷൻസ് കോറിലേഷൻസ് നമുക്ക് വേണം. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. ഇപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ എടുത്തു. ദെൻ 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 കിലോഗ്രാം വാട്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 1 കിലോഗ്രാം വിച്ച് ഈസ് ഈക്വൽ ടു 1000 ഗ്രാം വാട്ടർ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ വാട്ടർ. 1 ലിറ്റർ നമ്മൾ എന്തായിട്ട് എടുത്തു? 1 കിലോഗ്രാം ആയിട്ട് എടുത്തു. ഇപ്പൊ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുല ഏതാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? ഗിവൺ മാസ് എത്രയാണ്? വാട്ടറിന്റെ മാസ് ഇട്ട് കൊടുക്കാം അവിടെ 1000 ഗ്രാം. ഇനി മോളാർ മാസ്, വാട്ടറിന്റെ മോളാർ മാസ് എത്ര? 18. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ 55.55 മോൾ കിട്ടും. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 55.55 മോൾ കിട്ടി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ വാട്ടർ നമുക്ക് കിട്ടി 1000. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. 1000 എവിടുന്ന വന്നത്? 1 ലിറ്റർ വാട്ടർ ആണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1 കിലോഗ്രാം ആയിട്ട് എടുത്തത്, വിച്ച് ഈസ് ഈക്വൽ ടു 1000 ഗ്രാം. ഇനി നമുക്ക് കണ്ടത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 ലിറ്റർ വാട്ടർ കണ്ടുപിടിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ ഇന്നലെ നമ്മളൊരു ഫോർമുല ചെയ്തായിരുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ NA. നമ്പർ ഓഫ് മോൾ ഇപ്പം നമുക്ക് കിട്ടിയല്ലോ 55.55 അല്ലേ? അതവിടെ എഴുതാം. നമ്പർ ഓഫ് മോൾ 55.55 into NA. NA means Avogadro number. That is 6.022 into 10 raised to 23. അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് ഉണ്ട് നമ്മുടെ 1 ലിറ്റർ വാട്ടറിൽ. ഓക്കെ, then next question. This is the last question. Ninth one. Calculate the number of moles of oxygen required to produce 240 gram of magnesium oxide by burning magnesium metal. In the question, number of moles of oxygen കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ട്? 240 gram magnesium oxide പ്രൊഡ്യൂസ് ചെയ്യണം ബൈ ബേണിംഗ് മാഗ്നീഷ്യം മെറ്റൽ. അതായത് മാഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യുന്നു അല്ലേ? Mg+O2 മാഗ്നീഷ്യം മെറ്റൽ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും, MgO. ഈ MgO നമുക്ക് 240 ഗ്രാം ആണ്. അപ്പോൾ അതിന് വേണ്ട ഓക്സിജൻ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് ബാലൻസ് ചെയ്യാം. O2 2 കൊടുത്തു, സോ Mg2 ആയി മാറി. സോ Mgക്ക് 2 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഈ മാഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് ഇവർ പറഞ്ഞിരിക്കുന്നത് 240 ഗ്രാം ആണ്. 240 ഗ്രാം മാഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് മുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മാഗ്നീഷ്യം ഓക്സൈഡിന്റെ മോളാർ മാസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഞാനൊരു സ്റ്റെപ്പ് കൂടെ എഴുതട്ടെ. മാസ് ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ് തന്നിരിക്കുന്നത് മാസ് ഓഫ് MgO എത്രയാണ്? 240 ഗ്രാം. ഈ മാഗ്നീഷ്യത്തിന്റെ മോളാർ മാസ് എത്രയാണ്? മാഗ്നീഷ്യം ഓക്സൈഡിന്റെ മോളാർ മാസ് ഓഫ് MgO. മാഗ്നീഷ്യത്തിൻ്റെത് 24, ദെൻ ഓക്സിജൻ്റെത് 16 അല്ലേ? സോ ഇറ്റ് ബിക്കംസ് 40. മോളാർ മാസ് 40 U കിട്ടും നമുക്ക്, അല്ലെങ്കിൽ 40 ഗ്രാം പെർ മോൾ കിട്ടും. ഇനി ഈ 240 ഗ്രാമിലുള്ള മാസ് തന്നിരിക്കുന്നത് 240 ഗ്രാം ആണല്ലോ. ഈ 240 ഗ്രാമിലുള്ള നമ്പർ ഓഫ് മോൾസ് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്പർ ഓഫ് മോൾസ് ഇൻ 240 ഗ്രാം ഓഫ് മാഗ്നീഷ്യം ഓക്സൈഡ്. 240 ഗ്രാം മാഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 240. മോളാർ മാസ് എത്രയാണ് ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ദാറ്റ് ഈസ് 40 അല്ലേ? എത്ര കിട്ടും നമുക്ക്? 0 കട്ട് ചെയ്യാം. ദെൻ 4 24 6 ടൈംസ്
6 മോൾ കിട്ടി നമുക്ക്. ഇപ്പൊ 240 ഗ്രാം എന്ന് പറയുന്നത് 6 മോൾ ആണ് അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. ഇക്വേഷൻ തന്നിരിക്കുന്നത് 2 മെഗ്നീഷ്യം ഓക്സൈഡ് ബേൺ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഓക്സിജൻ വേണം? 2 mg ബേൺ ചെയ്യാനായിട്ട് എത്ര ഓക്സിജൻ വേണം? ഇക്വേഷനിലേക്ക് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യാം. 2 mg ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി താഴെ എടുത്തിട്ടെ. 2 mg പ്ലസ് O2 ഗിവിങ് 2 mgO എന്നാണ് ഇക്വേഷൻ അല്ലേ. അപ്പൊ നോക്കിക്കേ, 2 മെഗ്നീഷ്യം, എത്ര മെഗ്നീഷ്യം ഉണ്ട്? 2 മോൾ മെഗ്നീഷ്യം ഉണ്ട് ഇവിടെ. 2 മോൾ mg ബേൺ ചെയ്യാനായിട്ട് ഇവിടെ ഓക്സിജൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? O2. അത് 1 മോൾ ആണ് അല്ലേ. 1 മോൾ O2 മതി. 2 മെഗ്നീഷ്യം ബേൺ ചെയ്യാനായിട്ട് നമുക്ക് 1 മോൾ O2 വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ മെഗ്നീഷ്യം ബേൺ ചെയ്യാനായിട്ട് എത്ര ഓക്സിജൻ വേണം കുട്ടികളെ? 1/2 മോൾ O2. മനസ്സിലായോ? എന്തും നമ്മൾ തന്നിരിക്കുന്നതിൽ നിന്ന് 1ലേക്ക് എത്തിക്കാം. 1 കിട്ടിക്കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എത്രയാണോ മോള് തന്നിരിക്കുന്നത് ആ മോള് വെച്ച് ചെയ്യാം. അപ്പൊ 1 മോൾ മെഗ്നീഷ്യത്തിന് ഹാഫ് മോൾ O2. സോ ദെയർഫോർ 6 മോൾ, 240 ഗ്രാം എത്ര മോളാണ്? 6 മോൾ. സോ 6 മോൾ mgക്ക് എത്ര ഓക്സിജൻ വേണം? 6 × 1/2 മോൾ O2 വേണം അല്ലേ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 കിട്ടും. സോ എത്ര ഓക്സിജൻ വേണം? 3 മോൾ O2. ഓക്കെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. So calculate the number of moles of oxygen required to produce 240 gram of magnesium oxide. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്ര മോൾസ് ഓക്സിജൻ വേണം 240 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. 3 മോൾസ് ഓഫ് ഓക്സിജൻ വേണം. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്? ആദ്യം തന്നെ 240 ഗ്രാം എത്ര മോളാന്ന് കണ്ടുപിടിക്കുക. നമ്മൾ 240 ഗ്രാം മാസ് ബൈ മോളാർ മാസ് ഇട്ട് ചെയ്തപ്പോൾ 6 മോളാന്ന് കിട്ടി. എന്നാൽ നമ്മൾ ഇക്വേഷൻ എടുത്തു, കെമിക്കൽ ഇക്വേഷൻ എടുത്തു. കെമിക്കൽ ഇക്വേഷൻ എടുത്തിട്ട് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 2 മോൾ മെഗ്നീഷ്യത്തിന് 1 മോൾ O2 വേണം. അങ്ങനെയാണെങ്കിൽ 1 മോൾ മെഗ്നീഷ്യത്തിന് 1/2 ഹാഫ് മോൾ O2 വേണം. സോ ദെയർഫോർ 6 മോൾ മെഗ്നീഷ്യത്തിന്, കാരണം 6 മോളാണല്ലോ 240 ഗ്രാം, അപ്പോൾ 6 മോൾ മെഗ്നീഷ്യത്തിന് 6 × 1/2 മോൾ O2 വേണം. ദാറ്റ് ഇസ് 3 മോൾ O2. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത്. 4 ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഏതെങ്കിലും പ്രോബ്ലം വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. Okay, thank you children, bye bye.